അവന്റെ നാമം മോർത്തിട്ട് എല്ലാവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കാൻ ദൈവം ഒരവസ്ഥ നിങ്ങൾക്കും തന്നെ ഓർത്ത് ദൈവത്തെ ഔത്തപ്പെടുത്തുന്നു. പ്രാവശ്യം വന്നപ്പോൾ താമസിച്ചത് നമ്മുടെ ജോർജ് ആൻഡി സഹോദരന്റെ വീട്ടിലാണ്. ആ വീട്ടിൽ നിങ്ങൾക്ക് വലിയ ആതിഥ്യത്തിനും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സഭയോട് പ്രത്യേകം നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വീണ്ടും ദീർഘമായൊരു ഇടവേള കൂടാതെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ അവസരം നന്ദി അറിയിക്കുന്നു. ഈ അടുപ്പിച്ചുള്ള വരവായതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഒന്ന് ഗൃഹപരിചയത്തിൽ ഓർക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുക. ഇവിടെ വളരെ ശ്ലാഘനീയമായ ചില നല്ല ഗുണങ്ങൾ ഈ അസംബ്ലിയെ കുറിച്ച് കാണാനായിട്ട് ജീവിതത്തിലെ ഒരു വലിയ സത്യമാണ് ക്രിസ്തവന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന്. അടിസ്ഥാന ഉപദേശങ്ങളിലൊന്നാണ്. അതിന് അവസരമുണ്ടാക്കി ഈ സഭയിലെ മാത്രമല്ല ദൈവദാസന്മാരെയൊക്കെ വിളിക്കുകയും ദൈവവചനം പഠിക്കാനുള്ള താല്പര്യവും ആർത്തിയും ഏകം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. രണ്ടാമത് വചനം ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരുടെ സമീപനം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം. ഒരു നമുക്ക് അറിയാം അല്ലേ, ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം എവിടാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് സന്തോഷിക്കുന്ന ഒരു കാര്യം, ദൈവവചനത്തെ വളരെ താല്പര്യത്തോടെ കൈക്കൊള്ളാൻ മനസ്സുള്ള യുവതീയുവാക്കന്മാരുൾപ്പെടെ കാണിക്കുന്ന താല്പര്യം പ്രത്യേകം അഭിനന്ദനാർഹമാണ്. നിങ്ങളെ അംഗീകരിക്കും. ക്രിസ്തുശാസ്ത്രമാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ശാസ്ത്രമൊന്നും പഠിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഇന്ന് ഒരു എത്തിനോട്ടം മാത്രമേ നടക്കത്തുള്ളൂ. പഠിച്ചു തീർക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ ഒന്നാണ് ഈ ക്രിസ്തുവിജ്ഞാനീയം അഥവാ ക്രിസ്തുവടത്തി. ഫലസംബന്ധമായി യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ഒരു വചനം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കും 30-ഉം 31-ഉം വാക്യം, 20-ന്റെ 30-ഉം 31. എല്ലാവർക്കും അറിയാവുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്കാകെ ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക കാര്യങ്ങൾ കർത്താവ് ചെയ്തു, അല്ലേ? കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട്. 21-ാം അധ്യായത്തിനും 25-ാം വാക്യം നോക്കി, 21-ന്റെ 20 യേശു ചെയ്തത് അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം എഴുതാൻ നോക്കിയാൽ അത് ലോകത്തിലെങ്ങും ഒതുങ്ങാത്ത ഒരു
വർഷമായിട്ടുണ്ട്. നമ്മുടെ ഈ പഠനത്തിൽ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാമെന്ന് വിചാരിക്കും. കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനവും കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ പഠനവും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ആ പഠനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പഠനം നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾക്ക് ലഭിക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ ക്രിസ്തുവിജ്ഞാനിയും ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യാനും കർത്താവിന് അനുരൂപമായി തീരാനും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത് ക്രിസ്തുശാസ്ത്ര പഠനത്തിന് വേണ്ടി 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചത്. എല്ലാവരും പറയണേ ഏതൊക്കെയാണ്? ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂതകാല അല്ലെങ്കിൽ പൂർവകാല മഹത്വം, അല്ലെ? പൂർവകാല വെളിപാടെന്നാണ് ഞാൻ പറഞ്ഞത്, പൂർവകാല വെളിപാട്. രണ്ടാമത് കർത്താവിന്റെ വർത്തമാനകാല ശുശ്രൂഷകൾ, പ്രവൃത്തികൾ, വർത്തമാനകാല ശുശ്രൂഷ. മൂന്നാമത്തത് ഭാവികാല. ഈ 3 വിധത്തിലാണ് നമ്മള് അത് തികച്ചും ശരിയായിട്ടുള്ള ഒരു വിഭജനമാണ്. ഈ വിധത്തിൽ വേണം നമ്മൾ ക്രിസ്തുശാസ്ത്രം പഠിക്കുക. അതിൽ ആദ്യത്തേത് പാസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അല്ലെ? യേശു ക്രിസ്തുവിന്റെ പൂർവകാല അഥവാ ഭൂതകാല വെളിപാടുകൾ. ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, വെളിപാട്. അതിൽ നമ്മള് 3ആയിട്ട് ഈ പഠനത്തെയും 3ആയിട്ട് തിരിച്ച് നമ്മള് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. കർത്താവിന്റെ ഭൂതകാല വെളിപാടുകൾ, അതിനകത്ത് 3 വിഷയങ്ങളുണ്ട്. കർത്താവിന്റെ ഭൂതകാല വെളിപാടുകൾ 3 വിഷയങ്ങൾ. ഒന്ന്, പൂർവകാല നിത്യതയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, പൂർവകാല നിത്യത. രണ്ടാമത്, കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമ ചരിത്രം, ഓൾഡ് ടെസ്റ്റ്മെന്റ്. യേശു ക്രിസ്തു പഴയ നിയമ ചരിത്രം. മൂന്നാമത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാലം. കർത്താവിന്റെ മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാലം. ഇങ്ങനെ കർത്താവിന്റെ ഭൂതകാല വെളിപാട് 3 ഭാഗങ്ങളായിട്ട് തിരിയാം. എല്ലാവരും ഒന്ന് ഉത്സാഹിക്കുന്ന. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർവകാല നിത്യതയിൽ കർത്താവായ യേശു ക്രിസ്തു എന്നത്. അതിന് വേറൊരു വാക്ക് പറയാം, വേറൊരു ഉപയോഗിക്കുന്നത്. ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഞാൻ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി കട്ടിയാണോ എന്ന് എനിക്ക് സംശയം. അതിലാദ്യത്തേത് ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ പൂർവകാല അസ്തിത്വം. എക്സിസ്റ്റൻസ് എന്നുള്ളതിന് മലയാളം അസ്തിത്വം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർവകാല അസ്തിത്വം. ഇത് തന്നെ ഒരു വിസ്തൃതമായ പഠനമാണ്. ഞാൻ എന്നാൽ അതിന്റെ ചില സൂചനകൾ മാത്രം, ഏതോ പുസ്തകത്തിലെ ചില വചനങ്ങൾ ഉൾപ്പെടെ ചില സൂചനകൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ഇന്നിവിടെ നമ്മുടെ കർത്താവദാസൻ സാജൻ ബ്രദർ
ആ വചനം ഉദ്ധരിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം. എന്താ? അബ്രഹാമിന് മുമ്പേ, അതൊക്കെ വലിയ പഠനമൊക്കെ. ഞാൻ ഒരു രണ്ടു വെച്ചിട്ടുണ്ട് തീർക്കാൻ പറ്റുകയല്ല. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാം. നമ്മൾ ആ വാക്യങ്ങളൊക്കെ വായിച്ചു വിടാറ്. പക്ഷെ ഈ വായിച്ചു വിടുമ്പോൾ നമ്മൾ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? അബ്രഹാമിന് മുമ്പ്, മലയാളത്തിൽ വളരെ ദാരിദ്ര്യം, ഇതൊന്ന് ഭാഷയ്ക്ക് ദാരിദ്ര്യം, ഇതൊന്ന് വ്യക്തമാക്കും. കർത്താവ് ഗ്രീക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കർത്താവ് അരാമ്യ ഭാഷയാണ് സംസാരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അത് ആ ആശയത്തിൽ അതുപോലെ വിവർത്തനം ചെയ്ത് തരാൻ മലയാള ഭാഷയിൽ ഇത്രയേറെ വ്യാകരണത്തിന്റെ തന്നെ ഉപവ്യാകരണമുള്ള ഒരു ഭാഷ ലോകത്തിൽ വേറെയില്ല. ഇതുപോലെ ഗ്രീക്ക് പോലെ അതുപോലെ ഒരു ഭാഷ വേറെയില്ല. അപ്പോൾ ആ ഭാഷയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാകത്തക്ക വിധം വിവർത്തനം ചെയ്ത് തരിക എന്ന് പറയുന്നത് അപ്രായോഗികം. അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും ഇവിടെ കർത്താവ് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനാണോ എന്ന് യഹൂദൻ ചോദിക്കുമ്പോ കർത്താവ് വളരെ ലാഘവമായിട്ടാണ് പറയുന്നത്, അല്ലേ? ഏതാണ്ടൊരു ഒരു പരിഹാസ രൂപേണ കർത്താവ് പറയാൻ, നിങ്ങൾക്ക് ആരാണെന്നറിയാമോ? ഞാൻ ആരാ? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന്. എന്നാൽ ഇംഗ്ലീഷിൽ നോക്കിയാൽ അതിന്റെ ഒരു ഏകദേശ അർത്ഥം മനസ്സിലായി. ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം. എന്നോട് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷല്ലേ കൂടുതൽ തിരിയും. ഇംഗ്ലീഷ് മീഡിയത്തിലല്ല കൂടുതൽ നിങ്ങളും പഠിക്കും, അല്ലേ? അപ്പൊ അവർക്ക് കൂടുതൽ തിരിയും. ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലായി. ബിഫോർ അബ്രഹാം വാസ് ഐ ആം. എന്താ വാക്കിന്റെ അർത്ഥം? കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നേ മലയാളത്തിൽ പറയാൻ പറ്റൂ. എന്നാൽ മലയാളത്തിൽ ഞാനൊന്ന് വിവർത്തനം ചെയ്യട്ടെ. എനിക്കിത് ഭാഷാവണ്ടേന്നൊന്നും അല്ലെങ്കിലും അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടെന്നല്ല, ബിഫോർ എബ്രഹാം വാസ് ഐ ആം, ഞാൻ ആകുന്നു. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടെന്നല്ല കർത്താവ് പറഞ്ഞത്, പിന്നെ അബ്രഹാമിന് മുമ്പേ ഞാൻ. എല്ലാവരും മനസ്സിലായില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു, ഇന്ന് മനസ്സിലായിക്കോട്ടെ. അബ്രഹാമിന് മുമ്പേ ഞാൻ ആകുന്നു. ഇവരെ യഹൂദന്മാർ എറിയാൻ സാധ്യത. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കല്ലെടുക്കും, പട്ടാന്നേ പറയത്തില്ല, അല്ലേ? എന്നാൽ ഇവർ എറിയാൻ കല്ലെടുത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആകുന്നു എന്ന് പ്രയോഗം. അബ്രഹാമിന് മുമ്പേ ഞാൻ ആകുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മോശയോട് യഹോവയായ ദൈവം പറഞ്ഞതാണ് കർത്താവോട് ഉദ്ദേശിച്ചത്. ഫറവോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിന്നെ ഞങ്ങളുടെ അടുക്കലോട്ട് അയച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പേര് പറയണം. അതിന് നിന്റെ പേര് പറ. നിന്റെ പേരെന്ത് അറിയണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എന്താ എന്റെ പേര് യഹോവയാണെന്നോ എന്റെ പേര് ദൈവമാണെന്നൊന്നുമില്ല പറഞ്ഞ്. ഞാൻ ആകുന്നവൻ. ഇതാണ് പൂർവകാല ദിത്യതയിൽ. എന്താ? ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന യഹോവയാ എന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് അറിയാൻ
മനസ്സിലാകാത്തൊരു കൈപൊക്കം. അതുകൊണ്ട് ഇത് ഒന്നാമത്തെ ഒരു ദൃഷ്ടാന്തം. രണ്ടാമത് വേറൊരു സംഭവം ഞാൻ പറയും. കർത്താവായ യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ വിസ്തരിക്കും. ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കർത്താവിനെ എന്താ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുക. ഉണ്ടാത്തമില്ല അല്ലേ? ഉണ്ടെന്നില്ല, ഉണ്ടാത്തമില്ല. ഒടുവിൽ ദൈവത്തെ കൊണ്ടാണ് ഇട്ടുകൊണ്ട് ചോദിച്ചു, വന്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ഞാൻ ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു. ഇത് പുസ്തകം അറിയാവുന്നവർക്കറിയാമല്ലോ. ഒരു യഹൂദൻ ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അവസാനത്തെ ഇത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഡ്രം കാർഡ് ഇറക്കി കളിച്ചതാ. എന്താ? കുറുപ്പ് ചീട്ട്, നീ ഒന്ന് വർത്താനം പറ. ഇപ്പോഴാ ചോദിച്ചത്, എന്താ നീ വന്ധ്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ചോദിച്ചപ്പോൾ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് യേശു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണെന്നല്ല പറഞ്ഞതിനെ, ഞാൻ ആകുന്നു. അത് കേട്ടപ്പോ പുള്ളിക്ക് സഹിച്ചില്ല. അത് കേട്ടപ്പോഴാ എന്ത് ചെയ്തു? ഇനി സാക്ഷികളെക്കൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതാണ് പൂർവകാല നിത്യദൈവം. അതാ ഞാൻ മൂന്നാമത്തെ സംഭവം 18-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ കർത്താവായ യേശുവിനെ പിടിക്കാൻ വാളും വടിയുമായിട്ട് മഹാപുരോഹിതന്റെ സേവകരും മറ്റും തോട്ടത്തിന് പുറത്തോട്ട്, കർത്താവ് ഗെത്സമനെ തോട്ടത്തിന് പുറത്തോട്ട് വന്ന് ഈ വാളും വടിയും കൊണ്ടൊക്കെ വരുന്നത് കണ്ടോട്ട് കർത്താവ് ചോദിക്കൂ, നിങ്ങളാരെ അന്വേഷിക്കുന്നത്? തിരയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്താ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? എന്നവര് പറഞ്ഞു, നസറയനായ യേശു ഞാനാണ് എന്നല്ല പറഞ്ഞതിനെ ഒറ്റ വാക്ക്. പണ്ട് ഹോവയായ ദൈവം മോശയോട് പറഞ്ഞ് അതേ പറഞ്ഞു, എന്താ ഞാൻ ആകുന്നു. കേൾക്കണേ, ഇത് കർത്താവ് പറഞ്ഞതും എന്താ സംഭവിച്ചത്? വന്നവന്മാരെല്ലാവരും പൊത്തുവന്ന് താഴെ മന്ത്രമെല്ലാം ചൊല്ലിയ, മാന്ത്രിക തുവാലമെല്ലാം വീശിയ, മാന്ത്രിക വടി കറക്കിയ. ഞാൻ പറയട്ടെ സഹോദരി സഹോദരന്മാരെ, ഇതിന്റെ ശക്തി, ഏതിന്റെ ശക്തി? ഏതിന്റെ? ഞാൻ ആകുന്നു എന്ന ദൈവാദി ദൈവത്തിന്റെ ശക്തി, ആ വാക്കിന്റെ ശക്തി, ആ വചനത്തിന്റെ ശക്തി. അതാണ് ആദി വചനം. ആ വചനത്തിന്റെ ശക്തി, ഞാൻ ആകുന്നു എന്ന ആ വചനത്തിന്റെ ശക്തിയിൽ എന്ത് ചെയ്തു? ഇവര് ഇങ്ങോട്ട് ദൈവത്തിന് സ്തോത്രം. ഇനി സ്തോത്രം ചെയ്ത് ചുമ്മാതല്ല, ഇതിനെന്നറിയാം, ഇവരുടെ ബോധക്കേട് മാറി എഴുന്നേറ്റ് വരുന്നിടം വരെ കർത്താവ് നിന്ന് എന്തിനാ? നമ്മുടെ പാവത്തിന് പരിഹാരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ബോധം വീണ്ടെടുത്ത് തിരികെ വരുന്നിടം വരെ ഈ സമയത്ത് വേണ്ടി വന്ന കർത്താവിനോട് രക്ഷപ്പെടുന്നതോ? എന്താ അവരവിടെ മയങ്ങിക്കിടക്കുക അല്ലേ? കർത്താവായ യേശു വന്നത് അതിനു വേണ്ടിയാണ്.
വളരെ ഈ യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ പഠിച്ചാൽ യോഹന്നാന്റെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ താൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഞാനാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഞാനാകുന്നു. ഞാൻ വാതിൽ ആകുന്നു. ഞാൻ ഞാനാകുന്നു. ഞാൻ ആടുകളുടെ നല്ല ഇടയൻ ആകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. ഞാനാകുന്നു. ഇത് കർത്താവിന്റെ അവകാശവാദമല്ല. ഞാനിത് പഠിച്ചത് കർത്താവിന്റെ ദാസൻ ആർക്കൃഷ്ണൻ കിട്ടിയ അവരുകളിൽ നിന്ന്. ഈ അവകാശവാദം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇല്ലാത്ത കാര്യം കൊണ്ടൊന്ന് അവകാശപ്പെടുന്ന അവകാശ. എന്നാൽ താൻ ഉപയോഗിക്കാറുള്ള വാക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ മനുഷ്യൻ ഈ ഭാഷ ഉപയോഗിക്കും. അവകാശ പ്രഖ്യാപനം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ കർത്താവായ യേശുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ യേശു ക്രിസ്തു പൂർവകാല നിത്യതയിൽ ഉണ്ടായിരുന്നവനാണ് എന്ന് തെളിയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കിയാൽ 1:4. യോഹന്നാൻ 1:4. മതി ബ്രദറെ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടല്ലോ ആ വാക്യം. എത്ര 1000 വട്ടം വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മള് യോഹന്നാൻ എത്ര പ്രാവശ്യവും വായിച്ചു. അതിന്റെ അടിയിലൊന്നും വരച്ച് അവനിൽ ജീവൻ ഉണ്ടായി എന്നല്ല. യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായ ഒരു സമയമില്ല കേട്ടോ. കർത്താവായ യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായ ഒരു സമയം ഇല്ല. പിന്നെ കർത്താവിൽ എന്തുണ്ടായിരുന്നു? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ 1-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും കൂടെ ഇന്ന് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളൊക്കെ എത്ര പേര് സോറി അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങളെ ഡിഗ്രേഡ് ചെയ്യണോ എന്ന് ചിന്തിച്ചു. ഇന്ന് എഴുന്നേറ്റ ദൈവദാസന്മാരൊക്കെ പറഞ്ഞ ആ ദൈവിക ദൈവജനത്തിലെ ആരാധനയുടെ വാക്കുകൾ അവരാരാധിക്കുക. ആ വാക്കുകൾ ഞാൻ കേട്ടപ്പോ ഈ സഭയിൽ ദൈവം ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വളരെ ശ്രദ്ധിച്ചു. കാര്യം ദൈവവചനം വചനമായി തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ആരംഭത്തിൽ എഴുന്നേറ്റ ആള് മുതൽ ഓരോരുത്തരും പറഞ്ഞ ആഴമേറിയ സത്യങ്ങൾ ദൈവവചനത്തിൽ. അപ്പോൾ സൂക്ഷ്മമായി ദൈവവചനം നിരീക്ഷിക്കുന്ന പഠിക്കുന്ന ദൈവ മക്കളാണ്, പ്രത്യേക ദൈവദാസന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവരിതൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന വളരെ ലളിതവും സിമ്പിളുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 1-ാം വാക്യം, 1-ാം അധ്യായത്തിന് 1-ാം വാക്യം. ആദിയിൽ വചനം ഉണ്ടായതാണോ? വചനത്തിന് ആരംഭമില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. 2, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂടെ യേശുക്രിസ്തു വന്നു ചേർന്ന ഒരു സമയമില്ല. എന്നും ദൈവത്തോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു അല്ലേ? ദൈവത്തോടൊപ്പം ഭാഷയുടെ താരതമ്യം ഞാനും അനുഭവിക്കുന്നുണ്ട്. 3ാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വചനം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണ് വചനം ദൈവമായി. ഇവിടെ 3 പ്രധാനപ്പെട്ട സത്യങ്ങളുണ്ട്. ഈ വാക്യത്തിൽ 3 പ്രധാനപ്പെട്ട സത്യങ്ങളുണ്ട്. സാധ്യബ്രോറും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. ഒന്ന്,
ദ ഇറ്റേണിറ്റി ഓഫ് ദ വേർഡ്, വചനത്തിന്റെ നിത്യത്വം. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനത്തിന്റെ നിത്യത്വം. വചനമുണ്ടായ ഒരു സന്ദർഭം ഇല്ല. ഇന്നിവിടെ നമ്മളെ പാടിയ പാട്ടിലുമൊക്കെ നമ്മുടെ സ്തോത്രത്തിലൊക്കെ സഹോദരന്മാര് സ്തോത്രം ചെയ്തപ്പോ അല്ലേ എന്റെ മനസ്സിൽ കിടപ്പ്, സ്തോത്രം ചെയ്തപ്പോഴൊക്കെ പറഞ്ഞ ആദി അന്തവും പിന്നെ അൽഫയും ഒമേഗയും നമ്മള് യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ച വെളിപാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ്, ഒരു ശൈലിയാണ്. എന്താ അൽഫയും ഒമേഗയും? എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അൽഫയും ഒമേഗയും എന്നുള്ളത് വേറും പേർക്ക് അതിന്റെ കാര്യം അറിയാം. എന്താ? ഗ്രീക്ക് ഭാഷയിലെ ആദ്യത്തെ അക്ഷരമാണ് അൽഫ എന്നുള്ളത്. ആൽഫ എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിലെ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ്. ഒടുവിലത്തെ അക്ഷരമാണ് ഒമേഗ. ഇംഗ്ലീഷിലെ എയും ഇസഡും പോലെ ആദ്യത്തെ അക്ഷരം അവസാനം. എന്തിനാ അതങ്ങനെ പറഞ്ഞു? യോഹന്നാൻ അപ്പോസ്തലൻ എന്തോ തന്നെ ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരം ഒടുവിലത്തെ അക്ഷരം പറഞ്ഞു. യേശു ആരാ? വചനമാ. യേശു ആരാ? അക്ഷരങ്ങൾ ചേർന്നാലേ എന്തുണ്ടാവുള്ളൂ? വചനമുണ്ടാവുള്ളൂ. യോഹന്നാൻ പറയുകയാണ്, അക്ഷരങ്ങൾ ചേർന്ന് വചനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കണം, ആരംഭമില്ലാത്ത ആൽഫയാണ് കർത്താവായ യേശുക്രിസ്തു, അവസാനമില്ലാത്ത ഒമേഗയാണ് കർത്താവായ. നോക്കണം, വചനത്തോട് ചേർത്ത് എന്ത് പറഞ്ഞിരിക്കുക? അൽഫയും ഒമേഗയും പറഞ്ഞിരിക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനത്തിന്റെ നിത്യത്വം. രണ്ടാമത് നോക്കണം, എന്താ? വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദ പേഴ്സണാലിറ്റി ഓഫ് ദ വേർഡ്, വചനത്തിന്റെ ആളത്വം. വചനം ഒരു വ്യക്തിയായിരുന്നു. എന്താ കാര്യം? ദൈവത്തിന്റെ കൂടെ ആയിരിക്കണമെങ്കിൽ ഇദ്ദേഹം ആരായിരിക്കണം? ഈ വചനം ആരായിരിക്കണം? ദൈവത്തിന്റെ കൂടെ എന്ന് പറയണമെങ്കിൽ ആരായിരിക്കണം? ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിൽ ഒരു വ്യക്തിയായിരിക്കണം. നോക്കണം, യേശുക്രിസ്തു നിത്യനാണ്. രണ്ട്, യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, ആളത്വം. മൂന്നാമത് നോക്കട്ടെ, ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്നത് വചനം ദൈവമാണ്. ദ ഡിവിനിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, വചനത്തിന്റെ ദൈവത്വം. മൂന്ന് മഹത്തായ, മൂന്ന് വലിയ സത്യങ്ങൾ ഈ ഒന്നാമത്തെ വാക്യത്തിലുണ്ട്. എന്തൊക്കെ? ഒന്ന്, നിത്യത്വം, യേശുക്രിസ്തുവിന്റെ നിത്യത്വം. രണ്ട്, യേശുക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം. മൂന്ന്, യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റി അല്ലെങ്കിൽ ദൈവത്വം. ഈ മൂന്ന് സത്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. തന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലക്ഷ്യം യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരല്പം കൂടെ ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ വേറൊരു കാര്യം കൂടെ ചിന്തിക്കാം. 18-ാം വാക്യം. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന, ഞാൻ ഈ വാക്യം ഒന്ന് പറഞ്ഞോട്ടെ. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ യേശുക്രിസ്തു ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു, അല്ലേ? പകം വരുന്നുണ്ടോ? ഇല്ല. കഴിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ഒരു പ്രായത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല. എന്നാലും ആഹാരം കഴിക്കുന്ന നേരമൊന്നും ആയിട്ടില്ല.
11:30 ആഹാരം കഴിക്കുന്ന ആരും ഇവിടെ കാണുന്നു. ഓ ആ ഒന്നുണർന്നിരിക്കുന്നല്ല, എല്ലാവരും ഉണർന്നിരിക്കുക. നല്ല ആവേശത്തിലും നല്ല താല്പര്യത്തിലുമായിരിക്കുന്നത് എനിക്ക് നന്നായിട്ട്. അപ്പൊ യേശു ക്രിസ്തു ചരിത്രത്തിൽ വന്നു, യോഹന്നാനോടൊപ്പം ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ എന്ത് വിശേഷം എഴുതുന്നത്. അപ്പോൾ ഈ എഴുതുന്ന സമയത്ത് യേശു ക്രിസ്തു എവിടെ ഇരിക്കുക? പിതാവിന്റെ മടിയിൽ ഇരുന്നാന്നാണോ അത്? സത്യത്തിൽ എങ്ങനെ നമ്മളാണെങ്കിൽ എങ്ങനെ എഴുതിയാണ്? പ്രസന്റ് ടെൻസിലായി. ഇത് എഴുതുമ്പോഴും യേശു ക്രിസ്തു എവിടെ ഇരിക്കുക? യേശു ക്രിസ്തു എവിടെ ഇരിക്കുക? ഓ, എന്താ അത്ഭുതമായത്! അപ്പൊ ഈ പുസ്തകം പറഞ്ഞേ, പുസ്തകം അവിടെ നിൽക്കട്ടെ, യേശുവിനെ മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ കഴിയും. നമ്മൾ എന്ത് നമ്മുടെ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്? 3-ാം അധ്യായത്തിൽ ഇതിന് തത്തുല്യമായ ഒരു ഭാഗം, ഇവിടെ വിടരുത്, ഇതിന് തത്തുല്യമായ ഒരു ഭാഗം 3-ാം അധ്യായത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നോക്കണം, 13-ാം വാക്യം. തോമാസുമായിട്ടുള്ള സംഭാഷണത്തിനിടയ്ക്ക് വരുന്ന ഒരു വചനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന്, ഇറങ്ങി വന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്നപ്പോഴും അടുത്തെന്താ? ഇറങ്ങി വന്നപ്പോഴും എവിടെ ഇരിക്കുക? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. വന്നു, സ്വർഗത്തിൽ ഇരിക്കുന്നു. പിന്നെന്താ ചെയ്തു? ഒരുപാട് പുസ്തകത്തിൽ എന്തായിരിക്കും? ഇരുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനുമായ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ മഹത്വം നമ്മുടെ ചിന്തയ്ക്കൊന്നും തോന്നുന്നത് അല്ല. യേശുവിനെ കണ്ടവരാരാ? നമ്മളാരും കേട്ടോ അറിവ് തീർപ്പിക്കുമെന്നാ പറയുന്നത്. നമ്മളാരും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വയം തീർത്തു പോയി. എനിക്കെല്ലാം അറിയാവുന്നുള്ള ചിന്ത വരരുത്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ പരിമിതം. 1:18 നമുക്കൊന്നുകൂടെ വരാം. അവിടെ ഇരിക്കുകയാണ്, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഞാന് പുസ്തകം പഠിച്ചപ്പോൾ ഞാൻ എഴുതി വെച്ച ഒരു വാചകം ഞാൻ വായിക്കാം. ഇവിടെ എഴുതി, ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്നവനാണ് കർത്താവായ അല്ലേ? മറിയയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ പിതാവിന്റെ മടിയിൽ ജീവിച്ചിരുന്നവനാണ് നമ്മുടെ കർത്താവായ. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യോഹന്നാൻ വിധിച്ചു. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തതിനാൽ എന്ത് വന്നിരിക്കുന്നു? ന്യായവിധി വന്നും ഇരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ വചനം 18-ാം വാക്യം
ദ ഓൺലി ബിഗോട്ടൺ ഗോഡ് എന്നാണ് ഏകജാതനായ ദ ഓൺലി ബിഗോട്ടൺ സൺ എന്നല്ല, പിന്നെ റിവൈസ്ഡ് വേർഷനിൽ അതങ്ങനെ എഴുതിയിരിക്കുന്നത്. കാര്യം ഗ്രീക്കിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, മൂലഭാഷയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്താ? ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്നല്ല, പിന്നെ അവന്റെ ഏകജാതനായ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ആയിരുന്നവൻ എന്ത് ചെയ്യാണ്? ജഡം സ്വീകരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് ഇന്നലെ ഒരു വാക്യം നമ്മൾ നോക്കിയായിരുന്നു. അതില് 17-ാം അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 16-ാം വാക്യം നോക്കി. 16-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. ഈ വചനത്തെ ആസ്പദമാക്കിയാണ് നിത്യ വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ? ദൈവത്തിൽ നിന്ന് വന്നവൻ. വിശ്വാസ പ്രമാണത്തിലെ ഒരു പ്രധാന പ്രമാണമാണ് ഈ ഏറ്റുചൊല്ലുന്ന ഒന്നാണ് എന്താ? ദൈവത്തിൽ നിന്ന് വന്നവൻ. അപ്പോൾ 16-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതുകയാണ്, പിതാവിന്റെ അടുക്കൽ നിന്ന് ലോകത്തിലേക്ക് വന്നവനാണ്. ഇനി ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഇതാണല്ലോ നമ്മുടെ വിഷയം. പൂർവകാല വിശ്വതയിലെ ഇതെന്നത്തെ കാര്യം പറയുന്നേ, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ 5-ാം വാക്യത്തിൽ പറയുന്ന എന്നത്തെ കാര്യം വചനത്തിൽ നോക്കിയിരുന്നാ മതി. എന്താ? ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് നേരം നമ്മൾ ചിന്തിച്ച ആളാണ്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് സ്തോത്രം പിതാവായ ദൈവത്തിന്റെ അടുക്കൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മഹത്വം. ആ മഹത്വം ഏതാ? ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്ന മഹത്വം. ഇനി 24-ാം വാക്യം നമ്മൾ വായിച്ചാണല്ലോ. ലോക സ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നൽകിയ മഹത്വം എന്ത് ചെയ്യണം? ഇവര് കാണണം. നീ എനിക്ക് ലോകത്തിൽ നിന്ന് തന്നിട്ടുള്ളത്. ഇവിടെ വലിയ ആശയങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നില്ല. എന്താ? 2 കാര്യം ഓർക്കണം. എന്താ? ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞ ആരാ? സഭയുടെ കാര്യമാണ് പറയാം. ഇത് ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നു. എന്താ? ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം കേൾക്കണേ. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുകയും യുവത്വത്തിൽ നിൽക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, കർത്താവ് പറയുന്നത് നമ്മളെ കുറിച്ച്, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? പിതാവായ ദൈവം ലോകത്തിൽ നിന്ന് യേശുക്രിസ്തുവിന് നൽകിയിട്ടുള്ളവരെന്ന്. അപ്പൊ നമ്മളിപ്പോ എവിടാ? ലോകത്തിലാണോ അതോ കർത്താവിന്റെ കൂടാണോ? എവിടാണ് നമ്മൾ? അതുകൊണ്ടാണ് ഈ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ആത്മീയ ഗോളം. ആത്മീയ ഗോളം. ഈ ഭൂമിഗോളത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക? നമ്മളെ പിരിച്ചെടുത്ത് എവിടോട്ട് വെച്ചിരിക്കുക? ഒരു ആത്മീക ഗോളത്തിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഈ 17-ാം അധ്യായം ശരിക്കും വായിക്കണേ. ഇപ്പൊ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആവർത്തിച്ച് പറയുന്നുണ്ടെന്ന്, ലോകത്തിൽ നിന്ന് എനിക്ക് തന്നവരാണ്, ഇവര് ലോകത്തിൽ ഇരിക്കുന്നവരാണ്, പക്ഷെ ഇവര് ലോകക്കാര് മക്കളെ, നമ്മള് വേർപാടുകാരാ കേട്ടോ. എവിടുന്ന്?
ലോകത്തിൽ നിന്ന് പിതാവായ ദൈവം തിരിച്ചെടുത്ത് ആർക്ക് കൊടുത്തിരിക്കുക? യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് എന്റെ കൈക്കലെ ആട്. 10-ാം അധ്യായം എവിടെ ഇരിക്കുക? കർത്താവിന്റെ കൈക്കലെ ആടുകളാണ് ദൈവമക്കൾ. അതുകൊണ്ട് ലോകത്തിലേക്ക് പോകരുത്. 2 ലോകം ഇങ്ങോട്ടും വേറെ 2 സൂക്ഷിച്ചോണം കേട്ടോ. ദൈവമക്കളായിട്ടുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സ്നേഹമാണെന്നും പറഞ്ഞ് വരാൻ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് കേട്ടോ. ഇതുപോലെ സുന്ദരൻ, ഇതുപോലെ സുന്ദരി വേറെ ഇല്ലെന്ന് പറഞ്ഞ് മോനെ നേനെ ഇടി നിന്നെ എനിക്ക് അങ്ങ് വലിയ ഇഷ്ടം, ഞാൻ തുറന്നങ്ങ് പറയുക കേട്ടോ. ഒടുവില് പിന്നെ അവിടെ പോയി മുസ്ലിമായെന്നൊന്നും കേൾക്കാൻ ഇടയാകും. വളരെ സൂക്ഷിച്ചോണം. വല്ലാത്ത കാലമാണ് ബ്രദറുകാരുടെ കുഞ്ഞുങ്ങളെ പോലും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. എത്ര മാതാപിതാക്കളാണ് ദുഃഖിക്കുന്നതെന്നറിയാം. നിങ്ങൾ വേർപാടുകാരാ കുഞ്ഞുങ്ങളെ. നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഓർത്തോണം, ഈ ലോകക്കാരുമായിട്ട് നിനക്കുള്ള ബന്ധത്തിന് പരിമിതിയുണ്ട്. ഇവിടുത്തെ വ്യക്തമായി പറയുകയാണ്, എന്താ ഈ ലോകത്തിന് അനുരൂപർ ആകരുത്. ഈ 17-ാം അധ്യായം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇതിന് ഞാൻ സാന്ദർഭികമായിട്ടങ്ങ് പറഞ്ഞെന്നുള്ളൂ. കർത്താവായ യേശു പറയാണ്, ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളവര് എന്ത് ചെയ്യണം? ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വ ഊർന്ന് ഇന്ന് കാണാൻ പറ്റുന്നത്. എന്റെ കർത്താവേ, അവിടുത്തെ വേഗം മുന്നിലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിരുന്ന പൂർവകാല മഹത്വം നമ്മൾ നേരിൽ കാണാൻ കഴിയും മാത്രം. പിന്നെ ആ മഹത്വം നമ്മളുടേതായിട്ട് മാറാൻ കഴിയും. ഇന്നലെ രാത്രിയിൽ വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒടുവിൽ പ്രാർത്ഥിച്ചപ്പോ പ്രിയ സഹോദരൻ, സുവിശേഷത്താൽ നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? 2 തെസ്സലോനിക്ക 2-ാം അധ്യായം. ഇത് ഓർത്തിരിക്കാൻ എന്താ പ്രാർത്ഥിച്ചേ? ഇതൊക്കെ ഓർക്കണം പ്രിയപ്പെട്ടു. ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷം നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മളെ രക്ഷയിലേക്ക് വിളിച്ച എന്തിനാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ കാണാൻ മാത്രമല്ല, പിന്നെ ആ മഹത്വം നമ്മള് പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ കേൾക്കുന്ന സ്തോത്രം വരുന്നില്ല. അത് സ്തോത്രം വരുന്നില്ലെങ്കിൽ അത് ആ ആത്മീയം കൂടുതൽ പരിശോധിക്കേണ്ട ആത്മീയം തന്നെ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർവകാല മഹത്വം ഞാൻ അന്നേ തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? ആ പൂർവകാല മഹത്വം ഇത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെട്ടെന്നൊന്ന് പറയട്ടെ. പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് നിത്യനായ ദൈവം എന്നാണ് അല്ലേ? ശിയാപ്രവചനത്തിലൊക്കെ നിത്യ ദൈവം, നിത്യനായ ദൈവം, നിത്യനായ ദൈവം. ഒറ്റവചനം യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇതേപോലെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം ശിയാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇതൊരു വലിയ പഠനമാണ് കേട്ടോ. പഴയ നിയമത്തിലെ ക്രിസ്തോളജിയ ഏത്? ശിയാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തോളജിയ. ആ ക്രിസ്തോളജി പൂർവകാല നിത്യം അങ്ങനെ വായിക്കാമേ. പൂർവകാല നിത്യത മുതൽ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ ഭാവികാല മഹത്വം വരെ ഇതിനകത്തുണ്ട്. എന്താ നമുക്കൊരു വായിക്കുവാൻ. ശിശു ജനിച്ചു. എന്റെ ദൈവമേ, ഇതിനകത്ത് വല്ല വ്യത്യാസം കൊണ്ടോ? ഇതിനകത്ത് എന്താ വല്ല കിസ്സ വല്ലതും ഉണ്ടോ? കിസ്സ എന്നുള്ള വാക്ക് മലബാർ ഭാഷയാണ്. ഇതിനകത്ത് വല്ല സൂത്രം വല്ലതും ഉണ്ടോ? ജനിച്ചത് ശിശുവാ, നൽകപ്പെട്ടത്
വലിയ വ്യത്യാസമുണ്ട്. ഇതൊന്ന് ചിന്തിക്കണേ. യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു ശിശുവാണ്. പക്ഷേ യേശുക്രിസ്തു ആ ജനിച്ച ശിശുവാകുന്നതിന് മുമ്പ് യേശുക്രിസ്തു ആരായിരുന്നു? പുത്രനായിരുന്നു. പിതാവായ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. നീ ഇപ്പൊ കാണുന്നത് മറിയയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന ആ ശിശുവിനെയാ കാണുന്നത്. പക്ഷേ ഇതല്ല, വേറൊരു മഹത്വമുണ്ട്. ഇവൻ ആരാണ്? എന്റെ പുത്രനാണ്. ഈ പുത്രനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ജനിച്ചു അവൻ ശിശുവായിട്ട്. പുത്രനെ പിതാവ് എന്ത് ചെയ്യുക? തരിക. അതേണ്ട പിടിച്ചോ, നിനക്ക് ഞാൻ ഈ പുത്രനെ തരിക. എന്റെ പുത്രനെ ഞാൻ നിനക്ക് എത്ര വട്ടം വായിച്ചിട്ടുണ്ട് ഈ വാക്ക്. ഇതവിടെ സഹോദരന്മാരെ ഇതിനകത്ത് കിടക്കുന്ന സംഭവത. ലോകം കണ്ടത് ബേത്ലഹേമിൽ ജനിച്ച ഒരു ശിശുവിനെയാണ്. പക്ഷെ ദൈവം നൽകിയത് തന്റെ പുത്രനെയാണ്. നമുക്കൊരു മകൻ നൽകപ്പെട്ടു. ഈ മലയാളത്തിലെ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന മിക്ക ഭാഗങ്ങളും മകൻ എന്ന് പറഞ്ഞിരുന്നു. മകനല്ല, ആരാ? പുത്രനാണ്. സൺ എന്നുള്ള വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. പുത്രൻ നൽകിയിരിക്കുന്നു. ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് പറയാറുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ാം അധ്യായത്തില് പത്രോസിന്റെ പ്രസംഗമുണ്ട് അല്ലേ? എന്താ? ദൈവം കാണിച്ചു തന്നവനായി, ദൈവം ഏൽപ്പിച്ചു തന്ന മസവനായി. 2 പ്രയോഗമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചിന്തിക്കുന്നതൊക്കെ ഉള്ളു കത്തുമെന്നാണ് പത്രോസ് പറഞ്ഞ് എന്താ? ദൈവം കാണിച്ചു തന്നു. ഒന്ന് കാണിച്ചു തന്നാൽ ഒത്തിരി ഉപാധികളുണ്ട് കേട്ടോ. കാണിച്ചു തന്നു. രണ്ടാമത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വേറെ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം. ഏൽപ്പിച്ചു തന്നെന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്റെ പുത്രനെ നിർത്തിയിട്ട് ദൈവം പറയാണ്ട്, നീ ഇവനെ സ്വീകരിച്ചോ, നീ ഇവനെ സ്വീകരിച്ചോ, ഈ പുത്രനെ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ നിനക്ക് തരിക. ഇതാണ് ഏൽപ്പിച്ചു തരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ഈ പുത്രനെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നതെന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തട്ടുന്ന നിരവധി ആളുകളെയാണ് ലോകത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം കൊണ്ടുതന്ന പുത്രനെ 2 കൈയും നീട്ടി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ സൂക്ഷിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ഞാൻ ഒരു വാക്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ചോട്ടെ. അത് എന്നെ നോക്കിയിരിക്കണേ. റോമർ 8:32. യേശുവിനെ തരിക മാത്രമല്ല, പിന്നെ സ്വന്തം പുത്രനെ തരിക മാത്രമല്ല, പിന്നെന്താ? അവനോടുകൂടെ സ്വർഗത്തിലുള്ളത് മൊത്തം. സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈ പുത്രന്റെ കൂടെ നമുക്ക് അസ്ട്രോളജി പഠിക്കുമ്പോ കൂടെ പഠിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞ വാചകം ഞാൻ കണ്ണുകൊടുത്ത് പറയട്ടെ. ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ സ്വർഗത്തെ കാലിയാക്കിയ സ്നേഹിച്ചത്. യേശുക്രിസ്തു തൊട്ടപ്പോൾ സ്വർഗം എന്തായി? ഈ ചുമ്മാതല്ലി കണ്ണൊക്കെ നിറയുന്നേ, കണ്ടൊക്കെ ഇടറുന്നത്. ദൈവത്തിന് സ്തോത്രം. ജനിച്ചത് പുത്രൻ. മനെ മടക്കരുത്. യശയ്യാപ്രവചനം 9-ാം അധ്യായം. ജനിച്ചത് പുത്രനാ.
ജനിച്ചത് ശിശുവാണ്, നൽകിയത് പുത്രനെയാണ്. ഇനി അടുത്തെന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ആധിപത്യമുണ്ട് തോളിൽ. പിന്നെ അവനാരാ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, പിന്നെ നിത്യ പിതാവ്, സമാധാന പ്രഭു. തീർന്നില്ല. അടുത്ത് ആദ്യകാല മഹത്വം എന്താ അവിടെ? എന്താ ദാവീദിന്റെ സ്തോത്രം? ശിശുവായി ജനിച്ച് മകനായി നൽകപ്പെട്ട സ്തോത്രം. ഇത് വർത്തമാനകാലം അല്ലേ? ആധിപത്യം അവന്റെ ഇനി ആരാകാൻ പോവാണ്? രാജാവാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ ഈ ഭാഗം വായിച്ചത്. എന്നറിയാം, അനുവദിക്കപ്പെട്ട സമയം തീരുകയാണ്. കേണൽ യഹോവയുടെ സാക്ഷികളുണ്ട്. അവര് എന്നോട് ചോദിച്ചു, നേരിട്ട് ചോദിച്ചു, വേറെ ഒരു സാറേ, ഈ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പുത്രനെന്ന് വിളിച്ചിട്ടുണ്ട്, പിതാവെന്ന് ഇവിടെ വിളിച്ചു. പുത്രൻ എപ്പോഴും പിതാവിനെ വിളിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തു പിതാവാണ്, രണ്ടുമാണ്. ഇപ്പോഴത്തെ നിത്യപിതാവ്, വെറും പിതാവല്ല, പിന്നെ നിത്യ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നിത്യ ക്രിസ്തുശാസ്ത്രം പഠിക്കുമ്പോഴ് ഞാൻ ഇതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമോ? എന്റെ തൊട്ട് മുമ്പിലായതുകൊണ്ട് ബുദ്ധിമുട്ടാകും. ലേഖനം 1-ാം അധ്യായത്തിന് 15 മുതലുള്ള വാക്യം. കൊലോസ്യർ 1:15 മുതലുള്ള വാക്യം. ക്രിസ്തുശാസ്ത്രം പഠിക്കാനായിട്ട് ലേഖനങ്ങളിലുള്ള ഒരു പ്രധാന ഭാഗമാണ് കൊലോസ്യ ലേഖനം. പ്രത്യേകം നോട്ട് ചെയ്തോണേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ ഇന്നലെ വായിച്ച ഫിലിപ്പി ലേഖനം 2-ാം അധ്യായമുണ്ട്. കൂടാതെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന്, അദൃശ്യനായ ദൈവത്തിന്റെ. ഞാനിപ്പോ ഈ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേച്ചങ്ങ് നടക്കുക. അദൃശ്യനായ ദൈവത്തിന്റെ ഈ പ്രതിമകൾ സ്ഥാപിക്കുന്ന എന്തോത്തിന്? ഇപ്പൊ ഗാന്ധിജിയെ ഞാൻ കണ്ടിട്ടില്ല. ഗാന്ധിജിയുടെ പ്രതിമകൾ എവിടെ പോയാലും ഈ ഗാന്ധിജിയെ കണ്ടിട്ടില്ലാത്ത എനിക്ക് ഗാന്ധിജിയെ കാണാൻ വേണ്ടിയ എന്തുണ്ടാക്കി? ഇവിടെ വാചകം അദൃശ്യനായ ദൈവം ആരാ? അദൃശ്യം. അതാ യോഹന്നാൻ പറഞ്ഞ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ പ്രതിമയാണ് ആര്? അപ്പോ
യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? തന്നെ തന്നെ അതിന് തന്റെ പ്രതിമയായി ക്രിസ്തോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രശ്നം പിടിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്നപ്പോൾ താൻ പറയാറുള്ള ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഓർക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്, എന്തായാലും ഓർക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് ജീവനില്ലാത്ത പ്രതിമകളുണ്ട്. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള ഭക്തിയാണ്. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള പ്രതിമയാണ് കർത്താവായ. ഞാനിപ്പോ ഈ പ്രതിമ എന്നുള്ള കാര്യം ഇവിടെ നിർത്തുക. നമ്മളാരും കണ്ടിട്ടില്ലാത്ത പിതാവായ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിമയാണ് കർത്താവായ യേശു. എനിക്ക് ഏറ്റവും ആരാധനയ്ക്ക് പാടാൻ ഇഷ്ടമുള്ള പല പാട്ടുകളുണ്ട്. അതിലൊന്ന് ചെറിയാൻ സാറിന്റെ ഒരു പാട്ടാണ് നിസ്തുലനാം നിർമ്മലൻ. പ്രിയമുള്ളവരെ, അത് പാടുമ്പോ പാട്ടുപുസ്തകം മാത്രം നോക്കി പാടിയാ പോരാ, മനസ്സിൽ എന്താ ചെയ്യണമെന്നറിയാം? ആ പാട്ടിലെ ഓരോ സ്റ്റാൻസിലെയും വചനം ഇങ്ങോട്ട് എടുത്തു വെക്കണം. അദൃശ്യനാം ദൈവത്തിൻ പ്രതിമയവൻ ദൈവിക തേജ വേണ്ട കിടക്കുന്നു. ആദിയവൻ അന്തമവൻ അഖില ജഡത്തിനും പിടികിട്ടി. എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ട് ഇത്. ആരാധനയ്ക്ക് പാടുമ്പോ ധ്യാനിച്ചു വേണം. ഇന്നത്തെ കർത്താവിന്റെ കാൽക്കൽ ഒന്നിച്ച് കർത്താവ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ജീവിതത്തിലെ ഒരു വചനം ഇവനത്ര മഹാൻ എന്ന് ആ കർത്താവിനെ നമ്മൾക്ക് ആരാധിക്കാം, സേവിക്കാം, സാക്ഷിക്കാം. വരുവീൻ, വണങ്ങി നമസ്കരിക്കും. ഈ കർത്താവിന്റെ മുന്നിൽ വീണ്ടും നമസ്കരിച്ചു കർത്താവിനെ ആരാധിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഉന്നതനായ കർത്താവിന്റെ മഹത്വം നമ്മൾ ഇന്ന് ഒരു പരിധി വരെ അറിയുന്നു. വൈകാതെ നമ്മൾ നേരിൽ അത് കാണുക മാത്രമല്ല, നമ്മൾ ആ മഹത്വത്തോട് അനുരൂപരായി തീരുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വം